പുതിയ കാലത്ത് ആത്മഹത്യകളെല്ലാം വർദ്ധിച്ചു വരുന്നു. വലിയ രൂപത്തിലുള്ള കടക്കണിയിൽ അകപ്പെട്ടുകൊണ്ട് മനുഷ്യർ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ കടക്കണി കാരണം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ജീവനൊടുക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കിയേ പറ്റുകയുള്ളൂ. മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അതിന് നമ്മുടെ ഭാഷയിൽ നമ്മളൊന്ന് ആശയം പറഞ്ഞാൽ എത്ര കിട്ടിയാലും മനുഷ്യന് മതിയാകില്ല. മനുഷ്യന് വല്ലാത്ത ആർത്തിയാണ്. ഖബറിൻ്റെ അടുക്കൽ എത്തുന്നത് വരെ മനുഷ്യൻ ആർത്തി കൊണ്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുതിയ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുകരണമാണ്. മറ്റുള്ളവനെ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഈ അനുകരണം കാരണം വലിയ രൂപത്തിലുള്ള സാമ്പത്തിക ബാധ്യതകളിലേക്കാണ് ഓരോ ദിവസവും നമ്മൾ കടന്നു ചെല്ലുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി വിവാഹ വീടുകളിൽ അനുകരണമായി, വാഹനങ്ങളിൽ, വീടുകളിൽ, അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഫോണുകളിലെല്ലാം നമ്മൾ അനുകരണമായി. പണമുള്ളവൻ്റെ വീട്ടിൽ നടക്കുന്ന വിവാഹ ആഘോഷത്തിൻ്റെ അതേപോലെ പണമില്ലാത്തവൻ്റെ വീട്ടിലും വിവാഹം ആഘോഷം നടക്കുന്നു. തൽഫലമായി വലിയ കടബാധ്യതയിലേക്ക് എത്തുന്നു. ലോൺ എടുത്തുകൊണ്ട്, പലിശക്ക് ക്യാഷ് എടുത്തുകൊണ്ടൊക്കെ കല്യാണം നടത്തുന്നു, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. അതിൻ്റെയൊക്കെ പുറമെ നമ്മുടെ വീട് മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഹൗസ് ലോൺ എന്ന് പറഞ്ഞിട്ടും പേഴ്സണൽ ലോണ് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ ലോണുകൾ എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സന്തുലിത അവസ്ഥയെ തന്നെ നമ്മൾ ഇല്ലാതാക്കുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അനുകരണ സ്വഭാവങ്ങളെ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രശസ്തമായൊരു വാചകമുണ്ട്, ജീവിക്കാനൊരു ബുദ്ധിമുട്ടുമില്ല, മറ്റൊരാളെ പോലെ ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. അംബാനിയുടെ കല്യാണം നടന്ന സമയത്ത് 500 കോടി രൂപയുടെ വസ്ത്രങ്ങൾ മാത്രം വാങ്ങി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ആർഭാടല്ല. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ചെറിയൊരു ശതമാനം മാത്രം അതിന് ചെലവഴിച്ചതാ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വരുക്കൂട്ടി വെച്ച സംഖ്യയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യലായിട്ട് അത് വേർതിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു മിനിമം സാമ്പത്തിക പ്ലാനെങ്കിലും നമുക്കുണ്ടാവണം. നമ്മളുടെ ആനുവൽ ഇൻകം അല്ലെങ്കിൽ മന്ത്ലി ഇൻകം എത്രയാണ് എന്ന് നമ്മൾ കണക്കാക്കണം. ഒരു മാസം നമുക്ക് ലഭിക്കുന്ന വരുമാനം എത്രയാണ്, അതിൻ്റെ 50% നമ്മുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. ആവശ്യങ്ങൾക്കല്ല, അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ വീട്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ചികിത്സ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, ഇതുപോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. പിന്നെ വരുന്ന ഒരു 30% നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ കുടുംബത്തെ കൂട്ടി പുറത്തുനിന്ന് പോയൊരു ഭക്ഷണം കഴിക്കുന്നു, അതുപോലെ അത്യാവശ്യം നല്ലൊരു ഫോൺ മേടിക്കുക, വാഹനം, നമ്മുടെ യാത്രകൾ, ഇതിനൊക്കെ 30% ഉപയോഗിക്കണം. പിന്നെ വരുന്ന 20% നമ്മൾ സേവിങ്സ് ചെയ്യാൻ പഠിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മാസം കിട്ടുന്ന സമ്പത്തിനെ ഏത് രൂപത്തിലാണ് വിനിയോഗിക്കേണ്ടത് എന്ന രൂപത്തിൽ ഒരു പ്ലാനിങ് എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാവണം. ഇങ്ങനെ ഒരു മിനിമലായിട്ടുള്ള ഒരു സാമ്പത്തിക പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. പക്ഷേ വർത്തമാന കാലഘട്ടം അങ്ങനെയല്ല മുന്നോട്ട് പോകുന്നത്. നമുക്കങ്ങനെ സാമ്പത്തിക പ്ലാനുകളൊന്നുമില്ല. നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചാൽ മതി എന്ന് മാത്രമല്ല, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുകരണം തന്നെയാണ്. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ കയ്യിൽ കാണുന്ന കാര്യത്തെ നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ ജീവിക്കാൻ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ആപ്റ്റാണോ എന്ന് പരിശോധിക്കാതെ നമ്മൾ അതിലേക്ക് എടുത്തിയാടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തെ സംവിധാനിച്ച ഒരു വ്യവസ്ഥിതിയാണിത്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, പല രൂപത്തിലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടെങ്കിലേ ഒരു സൊസൈറ്റി ബിൽഡപ്പ് ചെയ്തു പോകൂ. എല്ലാവരും സമ്പന്നനാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യാൻ ആരുണ്ടാവില്ല. എല്ലാവരും ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും എഞ്ചിനീയേഴ്സ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ടവനുണ്ടാകും, ഫക്കീർ ഉണ്ടാകും, മിസ്കീൻ ഉണ്ടാകും, ധനികനുണ്ടാകും, രാഷ്ട്രീയക്കാരനുണ്ടാകും, പല രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാവുക എന്നത് ഈ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായ ഒന്നാണ്.
എന്ന് നമ്മൾ ഉൾക്കൊള്ളണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ നൽകിയതെങ്കിൽ അതിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സമാധാനത്തോടുകൂടെയുള്ള ജീവിതത്തിന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്ന അതിമഹത്തായ ഒരു രഹസ്യമുണ്ട്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ വേണ്ടത്, ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമാണ്. എന്താണ് സമാധാനം എന്ന് പറഞ്ഞാൽ, കിടക്കപ്പായിലേക്ക് എത്തിയാൽ, ബെഡിലേക്ക് എത്തിയാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങാൻ കഴിയുക എന്നത് തന്നെയാണ് പുതിയ കാലം എന്നല്ല, എല്ലാ കാലത്തും മനുഷ്യന് വേണ്ടത്. വലിയ ആരോഗ്യ ബുദ്ധിമുട്ടുകളില്ലാതെ, വലിയ സാമ്പത്തിക ക്ലേശങ്ങളില്ലാതെ നന്നായി സമാധാനത്തോടുകൂടി ഉറങ്ങാൻ കഴിയുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ടാണ് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്, സമാധാനമുള്ള ജീവിതത്തിന് നമ്മെ പഠിപ്പിക്കുന്ന അതിമഹത്തായ രഹസ്യം, എന്താണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്? അതിമോഹങ്ങളില്ലാതെ, അത്യാഗ്രഹങ്ങളില്ലാതെ ഖനാഅത്ത് കൊണ്ട് ജീവിക്കാനാണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് സമാധാനത്തെ കൈവരിക്കുവാനുള്ള ഏറ്റവും വലിയ രഹസ്യമായി മുൻഗാമികൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ അത്യാഗ്രഹങ്ങളില്ലാതെ, അതിമോഹങ്ങളില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചാൽ തഇശ് ഹമീദൻ റഫീഉൽ ഖദ്രി വശാനി, ഈ ദുനിയവിയായ ജീവിതത്തിലായിക്കോട്ടെ, നാളെ ആഖിറത്തിലായിക്കോട്ടെ, ഉന്നതമായ പദവിയും സ്ഥാനമുള്ളവനായി നമുക്ക് അലങ്കരിച്ചുകൊണ്ട് ജീവിക്കാം. അതിനു വേണ്ടത് സമാധാനത്തോടെയുള്ള ജീവിതമാണ്. മറ്റുള്ളവന്റെ കയ്യിലുള്ളത് എനിക്കും വേണം എന്ന ചിന്ത മാറ്റി നിർത്തണം. അള്ളാഹു എനിക്ക് നൽകിയത് എന്താണോ അതാണ് എനിക്ക് ഖൈറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി സംതൃപ്തിയോടുകൂടെയുള്ള ജീവിതം. ആരാണ് യഥാർത്ഥത്തിൽ ധനികൻ എന്ന് പറയുന്നത്? സമ്പന്നനാരാണ്? ഒരുപാട് പണക്കൂമ്പാരങ്ങൾ കെട്ടിവെച്ചതിന്റെ മുകളിൽ കിടന്നുറങ്ങുന്നവനാണോ സമ്പന്നൻ? അല്ല. വലിയ രൂപത്തിലുള്ള ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തവനാണോ സമ്പന്നനല്ല. ഇന്നൽ ഗിനാ ഗിനൻ നഫ്സി ഖാനിഉഹാ മുവഫറുൽ ഹല്ലി മിൻ സുഹദിൻ വ ഈമാനി. ആരാണ് യഥാർത്ഥത്തിൽ സമ്പന്നനെന്നറിയുമോ? അതേ ഗിനൻ നഫ്സുള്ളവനാണ്, സമാധാനമുള്ളവനാണ്, മനസ്സമാധാനമുള്ളവനാണ്. അങ്ങനെ മനസ്സമാധാനത്തോടുകൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനാണ് ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മൾ സമ്പന്നന്മാരാകണം. ആ സമ്പന്നത നമ്മൾ കൈവരിക്കേണ്ടത് പണം കൊണ്ടല്ല, പ്രതാപം കൊണ്ടല്ല. നമ്മളത് കൈവരിക്കേണ്ടത് സുഹൃദ് കൊണ്ടാണ്, പരിത്യാഗം കൊണ്ടാണ്, ഈമാന് കൊണ്ടാണ്. എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും ഖനാഅത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് എൻ്റെ റബ്ബ് എനിക്ക് കണക്കാക്കിയതിൽ ഏറ്റവും ഹൈറായ രൂപത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന രീതിയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സമാധാനമുണ്ടാകുന്നത്. അപ്പൊ സമാധാനം ഉണ്ടാവണം. അതിനുള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പഠിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എത്ര കിട്ടിയാലും മതിയാകാത്ത അവസ്ഥയെ തൊട്ട് നമ്മൾ തന്നെ രക്ഷപ്പെടണം. ഇങ്ങനെ നമ്മൾ സംതൃപ്തിയില്ലാതെ, ഇപ്പം ഞാൻ ആലോചിച്ചു പോവുകയാണ്, യതീമായ മക്കൾ എന്ന് വെച്ചാൽ ബാപ്പയില്ലാത്തവർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായി വളരെ താഴെ നിൽക്കുന്ന ആളുകളുടെ കല്യാണങ്ങൾ പോലും 3-4 ദിവസത്തേക്ക് നീണ്ടുപോയി. മഞ്ഞ കല്യാണം, ചുവപ്പ് കല്യാണം, മൈലാഞ്ചി കല്യാണം, ഇങ്ങനെയൊക്കെ നടത്തും. അപ്പം ഞാനൊരു കുടുംബത്തോട് ഈ കല്യാണം നടത്തിയപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരാളോട് ചോദിച്ചു, എവിടെ നിന്നാണ് ക്യാഷ്? അപ്പം ക്യാഷ് ഒന്നും കയ്യിലില്ല. കല്യാണത്തിൻ്റെ അന്ന് ആളുകൾ വന്ന് കൊടുക്കുന്ന പണം കിട്ടിയിട്ട് വേണം ഇവരുടെയൊക്കെ ക്യാഷ് കൊടുത്ത് പിരിച്ചുവിടാൻ. ഇതൊക്കെ ആഗ്രഹങ്ങളല്ലേ, ഇതൊക്കെ നടക്കണ്ടേ? പാവപ്പെട്ടവർക്കും ആഗ്രഹങ്ങൾ പാടില്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. പാവപ്പെട്ടവർക്കെന്നല്ല, എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങളാവാം, അത്യാഗ്രഹങ്ങളാവാൻ പാടില്ല. നമ്മുടെ നിലനിൽപ്പ് എന്താണ്, നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ നമ്മൾ കൃത്യമായി നിറവേറ്റാൻ. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ബുദ്ധിമുട്ടിൽ വരുമ്പോൾ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻസ് തെളിയുന്നു. ഒന്ന് കടമാണ്. കടം കൊടുക്കുക, കടം മേടിക്കുക എന്നൊക്കെ പറയുന്നത് ഇസ്ലാം ഒരു പരിധിവരെ നന്നായി പ്രോത്സാഹിപ്പിച്ചതാണ്. നിങ്ങളൊരാൾക്ക് കടം കൊടുക്കുന്നെങ്കിൽ
അത് സ്വതക്ക ചെയ്യുന്നതിൻ്റെ പകുതി പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴാണ് ഒരാൾക്ക് കടം മേടിക്കൽ അനുവദനീയമാകുക? ഒരാളുടെ കയ്യിൽ നിന്ന് നമ്മളൊരു സംഖ്യ കടം മേടിക്കുന്ന സമയത്ത് അത് വീട്ടാനുള്ള ജോലി നമുക്ക് വേണം, അല്ലെങ്കിൽ അത് വീട്ടാനുള്ള ഒരു മാർഗം നമ്മുടെ മുന്നിൽ വേണം. അങ്ങനെ വീട്ടാനുള്ള ഒരു മാർഗവുമില്ല, അത് വീട്ടാനുള്ള ജോലിയും ഇല്ലാത്ത സമയത്ത് കടം മേടിക്കൽ ഹറാമാണ് എന്ന് മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവിടുത്തെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1,00,000 രൂപ വേണം, നീ എങ്ങനെ വീട്ടും? അതൊന്നും അറിയില്ല. അള്ളാഹ് വീട്ടിത്തരും. അള്ളാഹ് വീട്ടിത്തരണ പണിക്ക് പോകണം. അള്ളാഹ് വീട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പണം മേടിക്കുന്ന സമയത്ത്, കടം മേടിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാനുള്ള വഴി വേണം. എനിക്ക് ഇന്നാലിൻ്റെ ഡേറ്റിൽ ഒരാൾ പണം തരാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ലാഭവിഹിതം ഇന്നാലും ഡേറ്റിലാണ് വരുന്നത്, അന്ന് ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് കടം മേടിക്കാം. ഇത് വീട്ടാൻ ഒരു വഴിയും ഇല്ല എന്നുണ്ടെങ്കിൽ ആ കടം മേടിക്കൽ ഹറാമാണ്. അപ്പം എന്ത് ചെയ്യണം? അപ്പം ആവശ്യം മാറ്റി വെക്കണം. എപ്പോഴാണോ നമുക്ക് സാമ്പത്തികമായിട്ട് അതിന് കഴിവുണ്ടാകുന്നതെങ്കിൽ അപ്പം ചെയ്യണം എന്നുള്ളതാണ്. കടം കൊടുക്കുക, കടം മേടിക്കുക വളരെ പ്രാധാന്യമുണ്ട്. ഇനി ഒരാൾ കടം മേടിച്ചു, 1,00,000 രൂപ ഒരാളിൽ നിന്ന് നമ്മൾ കടം മേടിച്ചു. അത് നമ്മുടെ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി നമ്മൾ മേടിച്ചതാ. അങ്ങനെ നമ്മൾ ബിസിനസ് ചെയ്തു, 2,00,000 രൂപ അതിൽ നിന്ന് ലാഭം വന്നു. അന്നേരം ഈ കടം നൽകിയ ആൾക്ക് നമ്മൾ 1,00,000 രൂപ കൊടുക്കുമ്പോൾ ഒരു 10,000 രൂപ കൂട്ടി കൊടുക്കുക. അത് പലിശയായിട്ടല്ല, ഒരു സന്തോഷമായിട്ട് കൊടുക്കുക. ഞാൻ പ്രയാസപ്പെട്ട സമയത്ത് നിങ്ങൾ എനിക്ക് തന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് ക്യാഷ് നിങ്ങൾക്ക് അധികം തരുന്നു. അധികം തരണം എന്ന് പറഞ്ഞാൽ പലിശയായി. ഇതങ്ങനെയല്ല, നമ്മൾ സന്തോഷത്തോടു കൂടി കൊടുക്കുക. അതൊരു മാന്യമായ രീതിയാണ്, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണ്. അതുപോലെ തന്നെ 1,00,000 രൂപ ഒരാൾ കടം മേടിച്ചു, അയാളുടെ കുഞ്ഞിനെ കെട്ടിക്കാൻ, അയാളുടെ സാമ്പത്തികമായ വിഷയങ്ങൾക്ക് ഞെരുക്കുണ്ടായ സമയത്ത് അയാൾ കടം മേടിച്ചതാണ്. അത് തിരിച്ച് തരുന്ന സമയത്ത് നമുക്കറിയാം ഇദ്ദേഹം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇത് തരുന്നത്. അപ്പോൾ 1,000 രൂപ അല്ലെങ്കിൽ 2,000 രൂപ തിരിച്ചു കൊടുത്ത്, ഇത് കയ്യിൽ വെച്ചോ, കുഴപ്പമില്ല, എനിക്കിത്ര മതി, 1,00,000 രൂപ തരാനുണ്ട്, അത് മേടിച്ചിട്ട് 1,000 രൂപ കുറച്ച് കൊടുക്കുക, 2,000 രൂപ കുറച്ച് കൊടുക്കുക. മാനുഷിക പരിഗണനയാണ് ഇത്. പരിശുദ്ധ ഇസ്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഈ രൂപത്തിലെല്ലാം ഇസ്ലാം ഇതിനെ വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അതിമഹത്തരമായി, വളരെ മനോഹരമായി എങ്ങനെയാണ് ഒരു മനുഷ്യനെ സഹായിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കാനാണ്. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ലോണ് എന്ന് പറയുന്നൊരു കാര്യം. ലോണ് പല രൂപത്തിലുണ്ട്. അതിനെന്ത് പേരിട്ടാലും പലിശയുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അത് ഹറാമായ കാര്യം തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഹറാമും ഹലാലും കൂട്ടിക്കലരുന്ന ഒരു കാലം വരാനുണ്ട്. ഈ സമ്പാദിക്കുന്നത് ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്ന് ഗൗനിക്കാതെ മനുഷ്യര് എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന ഒരു കാലം, ആ കാലം വരാനുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാമ്പത്തിക വിഷയത്തിൽ നമ്മൾ ആ വിഷയത്തിൽ വളരെ പിന്നോട്ട് പോകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. അങ്ങനെ എങ്ങനെയെങ്കിലും പണം സമ്പാദിച്ചെടുക്കുക എന്നൊരു വിശ്വാസിയുടെ അടയാളമല്ല. അവരെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം എന്താണ്? ഇന്നഹു ലാ യുഖ്ബലു മൻ ആകില റിബ സദഖത്തുൻ വലാ ജിഹാദുൻ വലാ ഹജ്ജുൻ വലാ സിലത്തുൻ. മറ്റൊരു ഹദീസിൽ കാണാം ഇതിന്റെ താല്പര്യവും, മറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിന്റെ താല്പര്യവും. പലിശയുമായി ബന്ധപ്പെട്ട് 1 രൂപ സമ്പാദിക്കുന്ന ഒരുത്തൻ അവനിൽ നിന്ന് സുന്നത്തോ ഫർളോ ആയ ഒന്നും സ്വീകരിക്കൂല. വലാ ജിഹാദുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ ഇസ്ലാമിന് വേണ്ടി യുദ്ധത്തിന് പോയാൽ അതുപോലും സ്വീകരിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് പലിശയുടെ രൂപത്തിൽ സമ്പാദിക്കുക, പലിശയുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുക. ആ രൂപത്തിലുള്ള സമ്പാദനം നടത്തുന്നവർ എത്ര വലിയ നിസ്കാരക്കാരനായിക്കോട്ടെ, നാട്ടിലെ എത്ര വലിയ ഹാജി ആയിക്കോട്ടെ, എത്ര വലിയ വൈറ്റ് കോളർ ഇട്ട് നടക്കുന്നവനായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ അടുക്കൽ സമ്പൂജരാണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പലിശക്ക് പണം കൊടുത്തുകൊണ്ട് ജീവിക്കുക. പാവപ്പെട്ട ഒരാൾ പണത്തിന് വേണ്ടി വരുന്ന സമയത്ത് കയ്യിലുണ്ടേ കൊടുത്തോളണം. അത് കൊടുക്കുന്ന സമയത്ത് പലിശക്ക് കൊടുക്കുക, പലിശക്ക് കൊടുത്തിട്ട് ആ വരുമാനം കൊണ്ട് ജീവിക്കുക. അതുപോലെ വ്യത്യസ്തങ്ങളായ ബാങ്കുകളിൽ വലിയ സംഖ്യ ഡിപ്പോസിറ്റ് ഇടുക, അതിൽ നിന്ന് മാസം മാസം വരുന്ന ഇൻട്രസ്റ്റ് പലിശ കൊണ്ട് ജീവിക്കുക. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നടത്തുക. നമ്മുടെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക, പള്ളിയിലെ ഉസ്താദുമാർക്ക് തിന്നാൻ കൊടുക്കുക, വീട്ടിൽ ഉപ്പൻ്റെ ഉമ്മൻ്റെ മൗലിദ് നടത്തുക. ഇതൊക്കെ ഏതിൽ നിന്നാ? പലിശയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ക്യാഷിൽ നിന്നാണ്. ഇത്തരം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത്. അവർ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്താൽ പോലും കാര്യമില്ല എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അത്ര ഗൗരവമുണ്ട്. ലൈഫ് ഇൻഷുറൻസ് പുതിയ കാലത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ കുടുംബത്തിൻ്റെ ലൈഫ് ഇൻഷുറൻസ് ഭദ്രാക്കാം എന്ന് പറഞ്ഞ വ്യത്യസ്തമായ പ്ലാനുകൾ. ലൈഫ് ഇൻഷുറൻസിൻ്റെ ഇസ്ലാമിക മാനം ഹറാമാണ്. ആ ഗവൺമെന്റ് നൽകുന്ന ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, നമ്മുടെ വ്യത്യസ്തമായ കാർഡുകളൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് നൽകുന്നുണ്ട്. അത് നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കാതെ ഗവൺമെന്റ് നമുക്ക് ഇങ്ങോട്ട് സൗജന്യമായി നമ്മുടെ ഒരു റേഷൻ സംവിധാനമൊക്കെ പോലെ തരുന്നതാണത്. അത് ഹലാലാണ്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മാസാമാസം നമ്മളിങ്ങനെ പണം ഡിപ്പോസിറ്റ് ചെയ്ത് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങുന്ന സമയത്ത് അവർ 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ്, നമ്മൾ മരിച്ചാൽ കുടുംബത്തിന് ഇത്രയുള്ള ഇൻഷുറൻസ്, ഏത് പേരിട്ട് കഴിഞ്ഞാലും അത് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഹറാമാണ്. അതുപോലെ തന്നെയാണ് പേഴ്സണൽ ലോൺ എടുത്തുകൊണ്ട് മൊബൈൽ ഫോൺ മേടിക്കുന്നു, വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾ മേടിക്കുന്നു, വിദ്യാഭ്യാസ ലോൺ എടുത്ത് മക്കളെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നു, പഠനത്തിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ലോണിനെ ആശ്രയിക്കുന്നു. നമ്മുടെ കയ്യിലുള്ള സ്വർണം, നമ്മുടെ കയ്യിലുള്ള വീട്, വാഹനം, ഇതെല്ലാം പണയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസത്തെയും ചിലവുകൾ തള്ളി നീക്കുന്നു. നമുക്കിത് വളരെ നിസ്സാരമാണ്. ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ സർവ്വസാധാരണമായി പോയില്ലേ? ഇതില്ലാത്തത് ആർക്കാണ്? ഗൂഗിൾ പേ ഇല്ലാത്തതായിരിക്കാ, ഫോൺ പേ ഇല്ലാത്തതായിരിക്കാം, ഉസ്താദിന് പോലും ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ടാവും. എല്ലാ മനുഷ്യരും പലിശയുമായി ഹറാമുമായി ബന്ധപ്പെടുന്ന ഒരു കാലം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈന യദൈ സഅതു യൽഹറു റിബാ വസ്സിന വൽ ഖംർ, ഖിയാമത്ത് നാൾ ആകുന്ന സമയത്ത് മദ്യം, അതുപോലെ തന്നെ പലിശ, അതുപോലെ വ്യഭിചാരം, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ സർവ്വസാധാരണമായി തീരും. അങ്ങനെ സർവ്വസാധാരണമായി തീരുന്നത് കൊണ്ട് അത് നമുക്ക് അനുവദനീയമാകുന്നില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലയഅതിയന്ന അലന്നാസി സമാനുൻ ലാ യബ്ഖാ അഹദുൻ ഇല്ലാ അകല റിബാ, പലിശ ഭക്ഷിക്കാത്ത ഒരാളും ഇല്ലാത്തൊരു കാലം വരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടത്തിലും പലിശയിൽ നിന്ന് മാറി എങ്ങനെ ജീവിക്കാം എന്നുള്ളിടത്താണ് വിശ്വാസിയുടെ വിജയം. ഒഴുക്കിനനുസരിച്ചുകൊണ്ട് നീന്തുന്നവനെ അല്ല വിശ്വാസി എന്ന് പറയുന്നത്, ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ്. നമുക്ക് പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ വരും. അങ്ങനെ വരുന്ന സമയത്ത് ലോണുകളെയും ബാങ്കുകളെയും ചിട്ടിക്കും മറ്റും പണം മേടിക്കുന്ന രീതി അത് നമുക്ക് അനുവദനീയമായ രീതിയല്ല എന്ന് നമ്മൾ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ധാരാളം പറയാനുണ്ട്, സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. പലിശയുമായി ബന്ധപ്പെട്ട് ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയേ തീരുള്ളൂ, നിർബന്ധമായും പലിശയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു ചരിത്രമുണ്ട്. മഹാനവറുകൾ എല്ലാ ദിവസവും സുബ്ഹ് നിസ്കാരത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിടത്തിൽ ചെന്നുകൊണ്ട് ദുആ ചെയ്യും. അങ്ങനെ പരിശുദ്ധമായ റമദാനിൽ ഒരു ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവിൽ പ്രിയപ്പെട്ട ഉപ്പയുടെ ഖബറിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഓതുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ഖബറിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്നു, ഒരു അശരീരി കേൾക്കുന്നു. ആ അശരീരി കേൾക്കുന്ന സമയത്ത് അല്പം കഴിഞ്ഞ് പ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ അവിടെയുള്ള ആളുകളോട് ചോദിച്ചു, ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? ആ സമയത്ത് അവർ പറഞ്ഞു, നല്ല മനുഷ്യനാണ്, എല്ലാ സമയത്തും പള്ളിയിലേക്ക് വരും, എല്ലാ നല്ല കാര്യങ്ങളുടെ മുന്നിൽ ഉണ്ടാകും. പക്ഷേ അന്നഹു കാന യഅകുലു റിബാ ഫഇന്നഹു കാന താജിറ, അദ്ദേഹം ഒരു വ്യവസായിയാണ്, ഒരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പലിശയെ മാറ്റി നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മരിക്കുന്ന കാലം വരെയും അദ്ദേഹം ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പൈസ, ആ പലിശ, കാരണം ആ പലിശ ഒഴിവാക്കിയാൽ തൻ്റെ ലാഭം കുറയും, തൻ്റെ വരുമാനം കുറയും എന്ന് മനസ്സിലാക്കി അത് ഒഴിവാക്കിയില്ല. ആ മനുഷ്യൻ്റെ ഖബർ അദാബിലാണ് എന്ന് ഇബ്നു ഹജർ തങ്ങൾക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. ആ ഖബറിൽ നിന്ന് അട്ടഹാസം വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നിർബന്ധമായും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പലിശയിൽ നിന്ന് മാറി നിൽക്കണം. അത് നമ്മൾ എന്ത് പറഞ്ഞ് ന്യായീകരിച്ചാലും അതിന് ഒരു പ്രാധാന്യമില്ല. കാരണം നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ, പരിശുദ്ധ ഖുർആനിൻ്റെ 6000-ൽ പരം വരുന്ന വചനങ്ങളിൽ എവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തോടും യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല. സൂറത്തുൽ ബഖറയുടെ 278, 279 പരിശോധിച്ചാൽ അവിടെ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം പ്രഖ്യാപിച്ച ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് പലിശയുമായി ബന്ധപ്പെട്ടവരാണ്. അവരുടെ കാര്യം ആഖിറത്തിൽ വളരെ ക്ലേശമാണ്, ബുദ്ധിമുട്ടിലാണ്. സമയക്കുറവ് കാരണം ഞാൻ അതിലേക്ക് കടക്കാതിരിക്കുകയാണ്. എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് ഖിയാമത്ത് നാളിൽ പലിശയുമായി ബന്ധപ്പെട്ടവൻ വരുന്നവൻ, ഭ്രാന്തനായി വരുന്നു, അതുപോലെ തന്നെ രക്തത്തിൽ കുളിച്ചു കൊണ്ടുവരുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പിന്നീട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. എങ്ങനായാലും ലോണിൽ നിന്ന് മാറി നിൽക്കണം, പലിശയുമായി ബന്ധപ്പെട്ട രീതിയിൽ നിന്ന് മാറി നിന്നേ പറ്റൂ. നിലവിൽ പലിശയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളുണ്ടെങ്കിൽ അത് നിർത്തണം. പരിശുദ്ധ ഖുർആൻ അതാ പറഞ്ഞത്, അങ്ങനത്തെ ഏർപ്പാടുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് നിർത്തിവെക്കണം, എന്നിട്ട് തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം. എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ മക്കൾക്ക് നമ്മൾ പലിശ തിന്നാൻ കൊടുക്കുന്നത്?
പലിശ കൊണ്ടുണ്ടാക്കിയ വീട്ടിൽ നമ്മൾ നിസ്കരിച്ചാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതുകൊണ്ട് പലിശയിൽ നിന്ന് മാറി നിൽക്കുക. എന്ത് ന്യായീകരണം പറഞ്ഞാലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് മുന്നിൽ ഒരു ന്യായീകരണം പറയാൻ നമ്മളാരും അധികാരസ്ഥരല്ല. നമുക്കതിന് അർഹതയില്ല. നമ്മൾ അള്ളാഹിൻ്റെ അടിമകളാണ്. അടിമയുടെ കടമ ഉടമ പറയുന്ന പോലെ ജീവിക്കലാണ്. ഉടമ പറഞ്ഞതാണ് പലിശയുമായി ബന്ധപ്പെടരുത്, ലോണുകളുമായി ബന്ധപ്പെടരുത് എന്ന് ഉടമയുടെ കൽപ്പനയാണ്. ആ ഉടമയേക്കാൾ വലിയ ഒരു കാര്യവും നമുക്കില്ല എന്ന് മനസ്സിലാക്കണം. തീർച്ചയായും അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നിർബന്ധമായും പലിശയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കുക. പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പുതിയ കാലം, ഈ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പുതിയ ഗവൺമെൻറ് ഭരണത്തിൽ വന്നപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി KSRTCയിൽ പ്രിയദർശിനി സൗജന്യ യാത്ര നൽകി. നല്ല കാര്യം തന്നെയാണ്. പല സ്ത്രീകൾക്കും അത് ഉപകാരം ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ട ചില മുഖങ്ങളുണ്ട്. അത് പ്രധാനമായും നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ്സിൻ്റെ ഉടമസ്ഥരും അതിലെ ജീവനക്കാരുമാണ്. നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ട് ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ കേരളം. നമ്മളൊരു ചെറിയ കടയിൽ നിന്നൊരു സാധനം മേടിക്കുമ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് നമ്മിലേക്ക് തന്നെയാണ് അതിൻ്റെ ഉപകാരം വരുന്നത്. ഇതുപോലെ ഈ പ്രൈവറ്റ് ബസ്സുമായി ആശ്രയിച്ച് ജീവിക്കുന്ന അതിലെ ഡ്രൈവർ ആയിക്കോട്ടെ, കണ്ടക്ടർ ആയിക്കോട്ടെ, അതിൻ്റെ മുതലാളിമാർ, അവരുടെ കുടുംബങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ചെറിയ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. എങ്ങനെ? പ്രിയദർശിനി സംവിധാനം ഉപയോഗപ്പെടുത്തേണ്ടത് അതിന് അർഹരായവരാകുക എന്ന് വെച്ചാൽ, ഇങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് വരുന്ന ചെറിയ ചെറിയ കുടുംബക്കാരൊക്കെ അതിൽ യാത്ര ചെയ്തോട്ടെ. ആ സ്ത്രീകളൊക്കെ അതിൽ യാത്ര ചെയ്തോട്ടെ. അതിൻ്റെ അപ്പുറത്തോട്ട് നല്ല സാലറിയും നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ടും എല്ലാം ഉള്ള ആളുകൾ ഒരു കാരണവശത്താലും അതിൽ യാത്ര ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കുക. അപ്പോൾ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്ന ഒരു വ്യവസായം അത് തകരൂല. KSRTCയിൽ ഉപയോഗപ്പെടുത്തേണ്ട ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. അപ്പോൾ അനർഹരായ ഒരാളുടെ അവകാശത്തെ നമ്മൾ കൈവരിക്കുകയില്ല. നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ, നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ അവരോട് പ്രൈവറ്റ് ബസ് തന്നെ ആശ്രയിക്കാൻ വേണ്ടി പറയാം. അങ്ങനെ ആകുമ്പോൾ അവരും വളരും. ഏതെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ആളുകൾ തകർന്നാൽ അത് മൊത്തത്തിൽ തകരും. നമ്മുടെ പള്ളിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും മജ്‌ലിസിലേക്കോ KSRTC ഫണ്ട് അനുവദിച്ചു തരൂല. നമുക്കെതിരെ ഈ പാവപ്പെട്ടവരായ സാധാരണക്കാരാ, അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന 5ഉം 10ഉം തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് എല്ലാ സ്ഥലത്തും, ഇവിടെ എന്നല്ല എല്ലായിടത്തും നമ്മൾ ആ രൂപത്തിൽ ഏർപ്പെടണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തആല ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ.